ഹലോ മക്കളെ, നമ്മള് നെഗറ്റീവ് നമ്പർ ന്യൂനസംഖ്യന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇനി ക്ലാസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പ് നിങ്ങളെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. നമുക്കറിയാം ഇതിന്റെ താഴെ വീഡിയോസിൽ എന്തുണ്ടാവും, ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടിന്റെ നേരെ ബാക്കിയായിട്ടാണ് സാർ എടുക്കുന്നത്. പക്ഷെ അത് നന്നായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇതിൽ നിങ്ങൾ പഠിക്കാത്ത കുറച്ച് കാര്യം കൂടി ബേസിക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഫുള്ള് എന്ത് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയിട്ട് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണണം. വീഡിയോ കണ്ടതിന് ശേഷം അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു ഹാർട്ട് ഇമോജിയും ഇട്ട് തരണം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യകൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. നമ്പർ ലൈനൊക്കെ വരച്ചിട്ട് എന്താണ് ന്യൂനസംഖ്യ, എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. ഇനി സാറ് പറയാൻ പോകുന്നത് ഏതൊക്കെ നമ്പേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം. നമുക്കറിയാം, ആദ്യം തന്നെ ഞാനിവിടെ നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ നമ്പർ ലൈനിൽ 1 2 അവിടെ 1 2, ഈ നമ്പർ ലൈനിൽ 1 2 ഇങ്ങോട്ട് പോകുന്നത് ഏതാ? 1 2 3 4 5 6. നമ്മൾ എപ്പോഴാണ് എണ്ണാറുള്ളത്? അല്ലേ? നമ്മൾ സാറ്റ് കളിക്കുമ്പോൾ എണ്ണുന്ന നമ്പറാണ്. അതിനെന്താ പറയാ അല്ലെ? സാറ്റ് കളിക്കുമ്പോൾ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണാറുണ്ട്. ആ നമ്പറിന് എന്താ പറയാ? യെസ്, എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മൾ എണ്ണാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. വീട്ടിലിപ്പോ സാറിന് എത്ര പല്ലുണ്ട്? 1 2 3 4. കൗണ്ടിങ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയാ? എണ്ണൽ സംഖ്യകൾ. അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? ആദ്യം നമുക്ക് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? യെസ്, 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോകും. അതായത് എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കടാ. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. 1 to എക്സെട്ര എന്നാണ്. ഇനി 0 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഹോൾ നമ്പേഴ്സ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്നൊക്കെ പറയും. എന്താ ഹോൾ നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയാ. ഹോൾ നമ്പേഴ്സ് അപ്പൊ എവിടുന്ന് തുടങ്ങും? 0 1 2 3 4 5 എക്സെട്ര. ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? അഖണ്ഡ സംഖ്യകൾ. ഇനി നോക്കടാ, ഇനിയാണ് നമ്മൾ അടുത്ത നമ്പേഴ്സിനെ പഠിക്കുന്നത്, ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്പർ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും എന്ത് വിളിക്കും? ഇപ്പൊ ഇവിടെ ഈ നമ്പർ ലൈനിൽ എന്ത് കാണുന്നുണ്ട്? 1 2 അങ്ങോട്ട് കാണുന്നുണ്ട്, -1 2 ഇങ്ങോട്ടും കാണുന്നുണ്ട്, സെന്ററിൽ 0യും കാണുന്നുണ്ട്. 0യും പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കൂടിയതാണ് എന്ത്? പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ്. എന്താണ്? പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെ? -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. ഇനി അങ്ങോട്ട് 2 3 അതുണ്ടാവും. ഇങ്ങോട്ടോ -2 -3. അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യും ചേർന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ ഉണ്ടാവും അതിൽ. നമുക്കറിയാം, എണ്ണൽ സംഖ്യകളും 0വും അതിന്റെ ന്യൂനസംഖ്യകളും ചേർന്നാണ് ഇൻഡിജേഴ്സ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, -5 ഇൻഡിജർ ആണോ? യെസ്. നെഗറ്റീവ് സംഖ്യകൾ എന്താണ്? ഇൻഡിജർ ആണ്. ഇനിയോ 2 ഇൻഡിജർ ആണോ? യെസ്. പോസിറ്റീവ് സംഖ്യകളും ഇൻഡിജർ ആണ്. 0 ഇൻഡിജർ ആണോ? യെസ്, ഇൻഡിജർ ആണ്. അപ്പൊ ഇൻഡിജറിൽ ഫ്രാക്ഷൻ വരാറില്ല സാധാരണ. അതായത് നമ്മളെ ഭിന്നസംഖ്യകൾ 1/2 ഇൻഡിജർ അല്ല, 0.5 ഇൻഡിജർ അല്ല. ഇങ്ങനെ പോയിന്റോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ വരുന്ന നമ്പേഴ്സ് എന്തല്ല? ഇൻഡിജർ അല്ല. അപ്പൊ ഇൻഡിജേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനിയാണ് നമ്മള് ന്യൂനസംഖ്യകളുടെ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? ഗുണനം അല്ലെ. എങ്ങനെയാണ് ഗുണിക്കുക? ഇവിടെ നോക്ക്, ജസ്റ്റ് ഇതാ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം. അപ്പൊ ഗുണനം ഒന്ന് പഠിച്ചു നോക്കാം അല്ലെ. എന്തൊക്കെ ഗുണിക്കാം? ഇവിടെ നോക്ക്, ജസ്റ്റ് എക്സും വൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. -x × y എന്ന് പറഞ്ഞ x - y ആണ്, അല്ലെങ്കിൽ -xy ആണ്. മൈനസും മൈനസും വരുമ്പോ പ്ലസ് ആണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. -2 × 3 എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ മുമ്പ് നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന 2 × 3 എന്താ? 2 × 3 6. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -2 × 3 എന്താ?
-2 × 3 പറഞ്ഞാൽ 2 × 3 ആദ്യം ചെയ്യാം. മൈനസ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആദ്യം അതിലുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. 2 × 3 6. എന്നിട്ട് അതിൽ എത്ര മൈനസ് ഉണ്ട്? ഒരു മൈനസ്. ഓക്കെ ആണല്ലോ. ഇനി ഇതാ 2 × -3 വന്ന എന്താണ് ആൻസർ നോക്കുക. ആദ്യം നിങ്ങൾ അതിൽ 2 എടുക്കുക, 3 എടുക്കുക. 2 × 3 എന്താ? 6. എന്നിട്ട് അതിൽ എത്ര മൈനസ് ഉണ്ട്? ഒരു മൈനസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചാൽ നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യും, എന്നിട്ട് അതിന്റെ ഒരു മൈനസ് ഇട്ട് കൊടുക്കും. അത്രയല്ലേ ചെയ്യേണ്ടിയുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നോക്കടാ, -2 × -3 എന്താ? അപ്പൊ നമ്മൾ 2 × 3 6. ഇവിടെ എത്ര മൈനസ് ഉണ്ട്? 2 മൈനസ്. ഒരു മൈനസ് ഇങ്ങനെ വരും, രണ്ടാമത്തെ ഇങ്ങനെ. എടാ 2 മൈനസ് വന്നാൽ എന്താ വരിക? പ്ലസ്. അപ്പൊ 2 മൈനസ് വരുമ്പോ പ്ലസ് 6 ആണ് കിട്ടുക അല്ലെ. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. അതായത് -2 × -5 എന്തെങ്കിലും അപ്പൊ ആൻസർ വരിക 2 × 5 10. മൈനസും മൈനസും പ്ലസ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം അല്ലെ. ഇവിടെ -3 × 6 എന്ന് പറഞ്ഞ എന്താണ്? അതുപോലെ 3 × -6 പറഞ്ഞ എന്താണ്? -3 × -6 എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ അല്ലെ. -5 × -5 -2 × -6 ഇതൊക്കെ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. -3 × 6 എന്താ? നമ്മൾ ആദ്യം 3 × 6 യെസ് 18. എന്നിട്ട് എത്ര മൈനസ് ഉണ്ടാവും? ഒരു മൈനസ്. ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ. 2 മൈനസ് ആവുമ്പോൾ പ്ലസ്. 3 × -6 എന്താ? 3 × 6 18. -6 ഇട്ട് കൊടുക്കുക. ഇനി 3 × 6 18. എത്ര മൈനസ് ഉണ്ട്? 2 മൈനസ്. 2 മൈനസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കേണ്ട. മൈനസ് അല്ലേ. 5 × 5 25. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. 2 × 6 12. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് വരിക. അപ്പൊ ഈ കാര്യം എന്തായി? നമുക്ക് മനസ്സിലായി. എന്ത്? എക്സിന്റെ കൂടെ -y വരികയാണെന്നുണ്ടെങ്കിൽ -xy ആയിരിക്കും അല്ലെ. ഇനി -x × y ആണെന്നുണ്ടെങ്കിലും -xy ആയിരിക്കും. പക്ഷേ -x × -y ആണെങ്കിൽ എന്തെങ്കിലും വരിക? +xy ആയിരിക്കും. അതായത് ഒരു മൈനസ് അല്ലെങ്കിൽ ഉത്തരത്തിൽ നിങ്ങൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. 2 മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ നിങ്ങൾ എന്ത് ഇട്ട് കൊടുക്കണ്ട? മൈനസ് ഇടണ്ട. കാരണം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഓക്കെ ആണല്ലോ. ഇതെല്ലാവർക്കും സെറ്റ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കടാ, ഇവിടെ സാറൊരു കാര്യം 2². എന്താണ് 2² പറഞ്ഞാൽ? 2 × 2 അല്ലേ 2²? അത് 4 അല്ലേ? 2 × 2 അല്ലേ 2²? അത് 4 ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ -2 × -2 എന്താ? എന്താ? അതും 4 ആണ് അല്ലേ. കാരണം 2 × 2 4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിന്റെ നെഗറ്റീവിന്റെ സ്ക്വയറും, അതായത് ഒരു നമ്പറിന്റെ സാർപ്പതാ 3² എടുത്തു 9 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -3² എടുത്താലും എന്തെന്നെ കിട്ടുക? 9 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഏതെങ്കിലും നമ്പറിന്റെ നെഗറ്റീവിന്റെ സ്ക്വയറും പോസിറ്റീവിന്റെ സ്ക്വയറും എന്താണ്? സെയിം ആണ്. അതായത് -5² എന്ന് പറഞ്ഞാലും 5² എന്ന് പറഞ്ഞാലും സെയിം ആണ്. എത്ര? 25 ആണ്. മറക്കരുത്. -10² എന്ന് പറഞ്ഞാലും 10² എന്ന് പറഞ്ഞാലും സെയിം ആണ്, 100 ആണ്. ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിന്റെ നെഗറ്റീവിന്റെ സ്ക്വയറും പോസിറ്റീവിന്റെ സ്ക്വയറും എന്താണ്? ഒന്നാണ്. അതായത് x² എന്ന് പറഞ്ഞാലും -x² എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അതായത് ഏതൊരു നമ്പറിന്റെ സ്ക്വയറും അതിന്റെ നെഗറ്റീവിന്റെ സ്ക്വയറും എടുത്താൽ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇനി നോക്ക്, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാറ്. നമുക്ക് നോക്കാം. 1ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 1 എന്ത് ഇട്ടാലും 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 × 1 1 തന്നെ. ഇനിയോ 1 3 പറഞ്ഞാൽ 1 × 1 × 1 അപ്പോഴും 1 തന്നെ. 1 എന്ത് തന്നാലും 1 ആനക്കുട്ടി എന്താ കിട്ടുക? 1 ആണല്ലോ. എന്ത് കൊടുത്താലും നമുക്ക് എന്താ കിട്ടുക? 1ന്റെ റേസ്റ്റ് എന്ത് കൊടുത്താലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് -1/2 അല്ലെങ്കിൽ -1 എന്തെങ്കിലും കൊടുത്താൽ -1/1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി -1/2 പറഞ്ഞാലോ -1 × -1 എന്താണ്? 1 × 1 1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. കണ്ടോ? എന്താണ്? -1ന്റെ സ്ക്വയർ എന്താ? 1 ആണ്. അങ്ങനെ -1/3 1 അല്ലെ. -1 ഘാതം 3 ആണ് വന്നാലോ എന്തെങ്കിലും വരിക? -1 × -1 × -1. ശ്രദ്ധിച്ചറിയാം. 1 × 1 × 1 1. പക്ഷെ ഇവിടെ എത്ര മൈനസ് ഉണ്ട്? മൈനസ് മൈനസ് അല്ലെ. 2 മൈനസ് പ്ലസ് ആയി. പക്ഷെ വേറൊരു മൈനസ് ഉണ്ട്, അതിന് ജോഡിയില്ല. അപ്പോ ആൻസറിൽ മൈനസ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. മൈനസിന് ടീം ഇല്ലെങ്കിൽ എന്തെങ്കിലും അത് ഒറ്റക്കാ നിൽക്കുള്ളൂ. ഇനി നോക്കാം, -1/4
അല്ലെ? റേസ് ടു എപ്പോഴും ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത 1 ആണ്. നോക്കടാ, -1/6 ഇരട്ട സംഖ്യയാണോ? 1. -1/11 ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണെങ്കിൽ -1 ആയിരിക്കും വരിക. ഇരട്ട സംഖ്യയാണെങ്കിൽ എന്തെങ്കിലും വരിക? 1 ആയിരിക്കും. ശ്രദ്ധിക്കണേ, -1/99 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 99 ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഓഡ് നമ്പർ ആണോ ഈവൻ ആണോ? യെസ്, ഓഡാണ്. ഓഡാണ് ഈ -1 തന്നെ. ഇനിയോ -1/1000 എന്താ വരിക? 1000 ഓഡാണോ ഈവൻ ആണോ? ഈവൻ ആണോ ഓഡാണോ നോക്കുക. ഏതാണ്? ഓഡാണോ ഈവൻ ആണോ? യെസ്, ഏതാണ്? ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുക? ഇരട്ട സംഖ്യ ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതുക? യെസ്, 1 ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇതാ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കത്തും, നിങ്ങളെ ഒറ്റയ്ക്ക് ഇങ്ങനെ കത്തും, പ്രകാശിക്കും, എല്ലാവരും പോസിറ്റീവ് ആവും. എന്തുകൊണ്ടാ? നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എടാ നോക്കടാ, ഫസ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ ഫൈൻഡ് y when x is given number. എക്സിന് നമ്മൾ ഏതെങ്കിലും നമ്പർ കൊടുക്കുമ്പോൾ y എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്ക്, y ഈക്വൽ ടു, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നുണ്ട്, y ഈക്വൽ ടു x². അതിൽ എക്സിന് ഏത് നമ്പർ കൊടുക്കാനാ പറഞ്ഞത്? -1. നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോ y ഈക്വൽ ടു -1² കൊടുത്തു. എടാ, -1ന്റെ സ്ക്വയർ നമ്മൾ പഠിച്ചു. 1ന് എന്താ സ്ക്വയർ എത്ര? ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആകുമ്പോൾ എന്താ കിട്ടുക? 1. അപ്പൊ y ഈക്വൽ ടു എന്താ കിട്ടി? 1. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക്, എക്സിന് നമ്മൾ എന്ത് ചെയ്യാം? y ഈക്വൽ ടു x² + 3x + 2. എന്നിട്ട് എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുക? -1 കൊടുക്കാനല്ലേ പറഞ്ഞത്? അപ്പൊ -1 കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സിന്റെ സ്ഥാനത്തൊക്കെ -1² + 3 × -1 + 2 ഒന്ന് ചെയ്തു നോക്കുക. എടാ, -1ന്റെ സ്ക്വയർ നമുക്കറിയാം 1 തന്നെയാണ്. പ്ലസ് 3 × -1 പറഞ്ഞാൽ -3 ആണ്. 3 × 1 എന്ന് പറഞ്ഞാൽ 3, 3 × -1 പറഞ്ഞാൽ -3 ആണ്. +2. ഓക്കെ ആണല്ലോ? നോക്കിയാ അറിയാം 1 പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ ആരും ഇടില്ല, നമ്മൾ പ്ലസിന് ഇടില്ല, അപ്പൊ മൈനസിന് മാത്രം ഇടും. ഓക്കെ, 1 - 3 1 - 3 -2. അപ്പൊ -2 + 2 -2 + 2 മൈനസ് നമിക്കുട്ടി പ്ലസ് നമിക്കുട്ടി എന്താടാ വരിക? എന്താ വരിക? യെസ്, 0 അല്ലെ? മൈനസ് അല്ലെ, മൈനസും പ്ലസും ഒരേ നമ്പർ ആണ്, 0 ആയിരിക്കും വരിക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ്? y ഈക്വൽ ടു x² + 3x + 2. x ഈക്വൽ ടു -2. എക്സിന് എന്താ കൊടുക്കാൻ പറഞ്ഞേ? -2 കൊടുത്തു നോക്കാം. അപ്പൊ നോക്കുക, എന്താ എക്സിന്റെ അവിടെയൊക്കെ സാറ് -2 കൊടുക്കുകയാണ്. അപ്പൊ -2² + 3 × -2 + 2. നോക്കടാ, -2ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും ഒന്നാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ -2ന്റെ സ്ക്വയർ 4 + 3 × -2 3 × 2 6 ആണ്. അപ്പൊ 3 × -2 -6 + 2. നോക്കുക, പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ മൈനസ് മാത്രമേ എഴുതുള്ളൂ. +2. അപ്പോ 4 - 2 4 - 6 എന്താ? 4 6 മൈനസ് ചെയ്താൽ യെസ് -2 + 2. എന്താണ് ആൻസർ? യെസ്, വീണ്ടും 0 കിട്ടി. അപ്പൊ എക്സിന് നമ്മൾ -2 കൊടുത്തപ്പോ എന്ത് കിട്ടി? വീണ്ടും 0 കിട്ടി. എന്നാ ഈ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവർക്കും നോക്കിയാൽ അറിയാം. ഇവിടെ എന്താണ്? എക്സ് എന്താ കൊടുത്തിട്ടുള്ളത്? -1. അപ്പൊ നമ്മൾ എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കണം? എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കണം? യെസ്, എക്സിന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ -1 കൊടുക്കണം. അപ്പൊ -1 + 1 ആവും ഇവിടെ, -1 + 2 ആവും ഇവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കടാ, -1 + 1 എന്ന് പറഞ്ഞാൽ എന്താ? -1 + 1 മൈനസ് നമിക്കുട്ടി പ്ലസ് നമിക്കുട്ടി 0 ഇൻറ്റു അല്ലെ? ഈ ഇതിന്റെ ഇടയിൽ ഒരു സൈനും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് ഇൻറ്റു ആണ്. ഇൻറ്റു -1 + 2 എന്തായിക്കോട്ടെ, -1 + 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്തെന്നെ ആൻസർ കിട്ടുക? 0 ഇൻറ്റു എന്ത് ചെയ്താലും നമുക്ക് അതന്നെ കിട്ടുക, 0 കിട്ടുക. 0 ഇൻറ്റു എലഫന്റ് 0, 0 ഇൻറ്റു പൂച്ചക്കുട്ടി 0, 0 കൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? അതാ കിട്ടുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നല്ല ഇതാ, ഇതിന് വേറൊരു മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ? വേറൊരു മോഡല് y ഈക്വൽ ടു x + 1. അപ്പൊ നമ്മൾ എക്സിന്റെ പകരം ആരെ കൊടുക്കും? ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -2. ഇവിടെ -2 + 1 ഇൻറ്റു -2 + 2. നോക്കടാ നോക്ക്, ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യണോ? നിങ്ങൾ തന്നെ നോക്കടാ. -2 + 2 0, 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 അല്ലേ കിട്ടുക. അപ്പൊ y ഈക്വൽ എന്താ കിട്ടുക? 0 അല്ലെ? 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 കിട്ടുക. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ.
അപ്പൊ ഇവിടെ ഞാൻ ഇനിയൊരു കാര്യം പറയാൻ പോകുന്നത്, നമ്മൾ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോ സ്ക്വയർ ഒക്കെ പഠിച്ചു, സ്ക്വയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക? കാരണം -5ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും ഒന്നാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചോദിക്കട്ടെ, x² + y² = 25 ആണ് എന്ന് വിചാരിക്കാം. x² + y² = 25 ആണ്, അല്ലെങ്കിൽ ഒരു x² + y² = 36 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കറിയാം 36 എന്ന് പറഞ്ഞ ഏതിന്റെ സ്ക്വയറാ? ഏത് നമ്പറിന്റെ സ്ക്വയറാ? യെസ്, 6ന്റെ സ്ക്വയർ ആണ് 36. 6ന്റെ മാത്രം സ്ക്വയർ ആണോ? അല്ല, -6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മള് ഇതിൽ ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ്, എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് 6 കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ y എന്താവും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എക്സിന് എന്ത് കൊടുത്തു? 6 കൊടുത്തു. അപ്പൊ y എന്താവണ്ടേ? എക്സിന് 6 കൊടുത്താ 6² + y² = 36 അല്ലേ? അപ്പൊ 6² എന്ന് പറഞ്ഞാൽ തന്നെ 36 അല്ലേ? അപ്പൊ y എന്താ ആയാ മതി? 0 ആയാ മതി. y 0 ആയാ മതി. അപ്പൊ ഇവിടെ y എന്താണ്? 0 ആയാ മതി. അപ്പോഴല്ലേ 36 കിട്ടുക. പിന്നെ എപ്പോഴാണ് 36 കിട്ടുക? യെസ്, -6 കൊടുത്താലും 36 ആവും. ആണല്ലോ, കാരണം -6² + 0² = 36. അപ്പൊ നമുക്ക് എക്സിന് 6ഉം കൊടുക്കാം, -6ഉം. എക്സിന് 6 കൊടുത്താൽ പിന്നെ അവിടെ y എന്തായിരിക്കും? 0. കാരണം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, കാരണം 6² എന്ന് പറഞ്ഞാൽ തന്നെ 36 ആയി. പിന്നെ നമ്മൾ വൈക്ക് എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ വൈക്കാണ് 6 കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ് 0 ആക്കണം. വൈക്ക് നിങ്ങൾ -6 കൊടുത്താൽ എക്സ് എന്തേക്കരം? 0 ആവും. അതായത് നമ്മളിപ്പോ എക്സിന് 0 കൊടുത്തു, അപ്പൊ y എന്താ? 6², അപ്പോഴും 36 കിട്ടും. കണ്ടോ, എക്സിന് 0 കൊടുത്തു, നിങ്ങൾ -6² കൊടുത്തു, അപ്പോഴും എന്തേക്കരം? 36 കിട്ടും. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് നോക്കി, ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കും. ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ വന്നു, എന്താ? x² + y² = 100. എടാ 100 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എക്സിനും വൈനും ഏതൊക്കെ വിലകൾ കൊടുക്കാൻ പറ്റും, വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നാണ് നമുക്കറിയാം. 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയറും ആണ്, -10ന്റെ സ്ക്വയർ ആണ്. ഇതെല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ എക്സിന് നമ്മൾ 10 കൊടുത്താൽ y 0 ആയിരിക്കും. എക്സിന് നമ്മൾ -10 കൊടുത്താൽ y 0 ആയിരിക്കും. അങ്ങനെതാ ഇങ്ങനെ 2 വാല്യൂ കൊടുക്കാം, മൊത്തം 4 വാല്യൂ കൊടുക്കാം. ഇനിയോ 4 അല്ല, അതിൽ കൂടുതൽ കൊടുക്കട്ടോ, നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കാം. പക്ഷെ എന്താ, നമുക്ക് ഏറ്റവും സിമ്പിള് ഈ 4 വാല്യൂ കൊടുക്കുന്നതാണ്. ഇനി എന്താ, ഇവിടെ 0 കൊടുക്കുക 10, വൈക്ക് -10 കൊടുത്താൽ എക്സ് 0. ഇങ്ങനെ 4 വാല്യൂ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ, നോക്ക്, x² + y² = 25. ഇതിന് എന്ന സമവാക്യം ശരിയാവുന്ന എത്ര ജോഡി പൂർണ്ണസംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞത്. നമുക്കൊരു 4 നമ്മൾ ഇപ്പല്ലേ പഠിച്ചിട്ടുണ്ട് അല്ലെ? x² + y² = 25. എടോ 25 വരുമ്പോ നമുക്കറിയാം 25 കിട്ടണമെന്നുണ്ടെങ്കിൽ 5² ഉണ്ട്, പിന്നെ -5² ഉണ്ട്. അപ്പൊ നമുക്ക് ആ ജോഡി എഴുതിയാലോ? ജോഡി എഴുതാൻ പോവാണ്. ഇതാ എത്ര ജോഡി? ഒരു 4 ജോഡി നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ? 4 ജോഡി എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ജോഡി പറഞ്ഞാൽ എക്സിന് 5 കൊടുക്കുക, അപ്പൊ y 0 ആവും. എക്സിന് -5 കൊടുക്കുക, അപ്പൊ y 0 ആവും. ഓക്കെ ആണല്ലോ. ഇനി നേരെ തിരിച്ച് അല്ലെ, വൈക്ക് എന്ത് ചെയ്യാ? 5 കൊടുക്കുക, അപ്പൊ x 0. വൈക്ക് -5 കൊടുക്കുക, അപ്പൊ x 0. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയും നമുക്ക് നമ്പേഴ്സ് കൊടുത്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം സാറ് കാണിച്ചു തരാം. ഇപ്പൊ നോക്ക്, നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളായിട്ട് മൈനസ് വന്നാൽ എപ്പോഴും മൈനസ് അവിടെ കിടക്കും. ഞാനൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. -1 × -2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് 1 × 2 ചെയ്യാം. 1 × 2 ചെയ്യുമ്പോൾ 2. ഇനി -× പ്ലസ് ആവും, അപ്പോ +2. ഇനി നോക്ക്, -1 × -2 × -3. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ എല്ലാവരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 × 2 ചെയ്യാം, അപ്പൊ 2. 2 × 3 ചെയ്യാം, അപ്പൊ 6. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിൽ ജോഡികളൊക്കെ പ്ലസ് ആവും. ജോഡികളൊക്കെ പേഴ്സ് ഒക്കെ പ്ലസ് ആവും. മൈനസ് പ്ലസ് ആയി, രണ്ട് മൈനസ് ആയി പ്ലസ് ആയി. ലാസ്റ്റ് ആര് മാത്രമായി? ഒറ്റക്ക് ഒരു മൈനസ്. അപ്പൊ അത് ഇട്ട് കൊടുക്കുക. നോക്ക്, -1 × -2 × -3 × -4. ഇതെന്തേലും കിട്ടുക 1 × അല്ലെ? ഇതും ഇവനും. ഇവിടെ ജോഡികൾ നോക്കുക, ഇവനും.
ഇപ്പൊ ഇവിടെ ജോഡികളായി അല്ലെ, ഇവനും ഇവനൊരു ടീമാണ്, ഇവനും ഇവനൊരു ടീമാണ്. ടീമുകളാവുമ്പോ കട്ടായി, ഇതിന്റെ മൈനസ് കട്ടായി, ഇതിന്റെ മൈനസ് കട്ടായി. അപ്പൊ അങ്ങനെയാണെന്നുണ്ട് ആൻസർ എത്ര വരിക? 1 into 2 പറഞ്ഞാല് 2. ഓക്കെ, 2 into 3 6, 6 into 4 24. എന്നിട്ട് എന്താവും? ഈ മൈനസുകൾ പരസ്പരം കട്ടായി പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്ക്, -1 into -2 into 5 -5. ഇപ്പോഴോ ഇപ്പൊ എന്താവും? -1 into -2 into -5 ചെയ്യുമ്പോൾ എന്താവും? നോക്കുക, 1 into -2 ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കട്ടാവും. ഇനി ലാസ്റ്റ് ആര് മാത്രമായി? -5 ആയി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2 into 5 -10 ആവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയുള്ള ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒറ്റ നമ്പറുകളാണ്, മൈനസിന്റെ എണ്ണം ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു മൈനസ് വരും. ഇനി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേഴ്സ് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആക്കിയിട്ട് എഴുതാം. ആ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കല്ലേ, 1 into 2 into 3 into 4 into 5 equal to 120. നമുക്കിത് ഇൻറ്റു ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. 1 into 2 into 3 into 4 into 5 equal to 120 എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് -1 into -2 into -3 into -4 into -5 എന്തായിരിക്കും? നോക്കടാ, 1 into 2 into ചെയ്താല് 120 ആണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -1 into -2 into -3 into -4 into -5 എന്ന് പറഞ്ഞാലും ഇതെല്ലാം പാടെ ഇൻഡ് ചെയ്താൽ 120 എന്നല്ലേ കിട്ടുക? 120 എന്നല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഇതിലുള്ള മൈനസിന്റെ എണ്ണം നോക്കിയാൽ മതി. അപ്പൊ മൈനസിന്റെ എണ്ണം നോക്കാൻ വേണ്ടിയിട്ട് ഇതാ സാർ ഇതിനെ പെയറാക്കാൻ പോവാണ്. ഇവിടെ ഇതാ ഇവന്മാര് പെയറായി, ഇവന്മാരും പെയറായി. പക്ഷെ ഒരാൾ പെയറാകത്തുണ്ട്, ആ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര? -20. അപ്പൊ നോക്കി അറിയാം, ഇവിടെ 1 2 3 4 5 എത്ര മൈനസ് ഉണ്ട്? 5 മൈനസ്. ഒറ്റ സംഖ്യയാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒറ്റ സംഖ്യയാണ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ചെയ്യാം? വാട്ട് ഈസ് അല്ലെ 1 2 3 4 into 5. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് 3 എത്ര? 120 പ്ലസ് ഇത് ഇത്രയും എത്ര? -120. എടോ ഇത് ഇതെന്താ കിട്ടുക? മൈനസ് നമിക്കുട്ടി പ്ലസ് നമിക്കുട്ടി എന്താ കിട്ടുക? 0 അല്ലെ. -1 + 1 0, 1 - 1 0. അപ്പൊ അതന്നെയല്ലേ ഇവിടെ 120 പ്ലസ് -120 എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ മൈനസ് മാത്രം ഇടും. ആൻസർ എന്താ? 0. സിമ്പിൾ അല്ലേ? കിട്ടില്ലേ? എല്ലാവർക്കും സിമ്പിൾ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇത് എല്ലാവർക്കും എന്തായി? സിമ്പിൾ ആയിട്ട്. കാരണം നമ്മൾ ഇതില് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. x into -y വന്നാൽ എന്തേക്കരം? -xy. ഇനിയോ -x into -y എന്നാൽ xy ആണ്, പോസിറ്റീവ് ആവും. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? നമ്മൾ ഈ ചാപ്റ്ററിൽ അഡീഷൻ എങ്ങനെ കൂട്ടാം, സബ്സ്ട്രാക്ഷൻ എങ്ങനെ കുറക്കാം, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഗുണിക്കാം എന്നൊക്കെ പഠിച്ചു അല്ലെ. നെഗറ്റീവ് നമ്പർ ന്യൂനസംഖ്യകളെ കൊണ്ട് എങ്ങനെയൊക്കെ ഗുണിക്കാം, കൂട്ടാം, കുറക്കാം എന്ന് പഠിച്ചു. ഇനി ഒരാളെയും കൂടി നമുക്ക് പഠിക്കാനുള്ള ആരാണ്? യെസ്, ഹരിക്കാൻ. ന്യൂനഹരണം അഥവാ നെഗറ്റീവ് ഡിവിഷൻ. എങ്ങനെ ഡിവിഷൻ ചെയ്യാം? ഇതാ ഇവിടെ അതിന്റെ ഒരു ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. -xy എന്ന് പറഞ്ഞാലും x/-y എന്ന് പറഞ്ഞാലും -(x/y) ആണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയാൽ അറിയാ. നോക്കടാ, -2/3 എന്ന് പറഞ്ഞാല് എന്താ? അതിന് നമുക്ക് -(2/3) എന്ന് പറയാം. ഇനി നേരെ തിരിച്ച് 2/-3 എന്ന് പറഞ്ഞാലും -(2/3) പറയാം. ഇതാണ് പറഞ്ഞത്. ഓക്കെ, നോക്കടാ, -5/3 എന്ന് പറഞ്ഞാല് എന്താക്കിയിട്ട് എഴുതാം നമുക്ക്? -5/3. ഇനി നേരെ തിരിച്ച് 5/-3 എന്ന് പറഞ്ഞാലും എങ്ങനെ എഴുതാ? -5/3. ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ നമ്മളിപ്പോ താഴെയുള്ള മൈനസിനെ മുകളിൽ ഇട്ടാലും മുകളിലെ മൈനസിനെ താഴെ ഇട്ടാലും പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ. ഒരുമിച്ച് എഴുതാം. ഇനി 2 മൈനസോ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോ 2 മൈനസിനെ കട്ട് ചെയ്തു അല്ലെ. അതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യുമ്പോഴും ഹരണം ചെയ്യുമ്പോഴും ഇപ്പൊ -2/-3 രണ്ടിനും കട്ട് ചെയ്യുക. അപ്പൊ എത്രയെങ്കിലും കിട്ടുക? 2/3 ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. -2/-3 2/3 ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. നോക്കാം. 6 ഡിവൈഡഡ് ബൈ 2 സാധാ പോലെ 6 ഡിവൈഡഡ് ബൈ 2 എത്രയാടാ? 3. 6ൽ എത്ര 2 ഉണ്ട്? 3. അങ്ങനെയാണ് 6 ഡിവൈഡഡ് ബൈ 3 എത്രയാടാ കിട്ടുക? 2 ആണല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, -6 ഡിവൈഡഡ് ബൈ 2 ആണെങ്കിലോ? സാധാ പോലെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കിട്ടും. എന്നിട്ട് എത്ര മൈനസ് ഉണ്ട് നോക്കുക? ഒരു മൈനസ് ആണ് ഇട്ട് കൊടുക്കുക, 2 മൈനസ് ആണ് ഇടണ്ട. അതായത് നോക്ക്, ഇതാ 6 ഡിവൈഡഡ് ബൈ -3 ഇതാണെങ്കിലോ സാധാ പോലെ 6 ഡിവൈഡഡ് ബൈ -3 എത്ര? 2 കിട്ടും. എന്നിട്ട് എത്ര മൈനസ് ഉണ്ട് നോക്കുക? ഒരു മൈനസ് ഉള്ള, അപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി -6 ഡിവൈഡഡ് ബൈ -3 -6 ഡിവൈഡഡ് ബൈ -3 ഇതെന്തെങ്കിലും കിട്ടുക? സാധാ പോലെ -6 ഡിവൈഡഡ് ബൈ -3 ചെയ്യുക. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ കിട്ടുക? യെസ് 2. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് 2 മൈനസ് ഉണ്ടല്ലോ, 2 മൈനസ് ഉണ്ടാവുമ്പോ ഒന്നിട്ട് കൊടുക്കണ്ട, പ്ലസ് ആവും. നോക്ക്, -5 ബൈ -3 അപ്പൊ 3 കിട്ടുക. 2 മൈനസും കട്ടായി പോകും, 5/3. ഓക്കെ ആണല്ലോ. -10 ബൈ -2 എന്തായിരിക്കും ആൻസർ വരിക? 2 മൈനസ് ഉണ്ട്, കട്ടായി പോകും, 10/2 5. ഇത് സെറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, 2 മൈനസുകൾ വരികയാണെങ്കിൽ രണ്ടും കട്ടായി പോകും. ഒരു മൈനസ് ആണെങ്കിൽ അത് ആൻസറിൽ വരും. കണ്ടോ, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, അപ്പൊ ആൻസറിൽ അത് ഒരു മൈനസ്. 2 മൈനസ് ആണെങ്കിൽ കട്ടായിട്ട് പ്ലസ് ആയിട്ട് പോകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ചിലപ്പോ ഫ്രാക്ഷൻ അഡീഷൻ, സാറ് അതിനൊരു ക്ലാസ് വെക്കുന്നുണ്ട്, ഒരു ബേസിക് ക്ലാസ് പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫ്രാക്ഷൻ അഡീഷൻ, അതായത് ഭിന്നസംഖ്യ എങ്ങനെ കൂട്ടാം, കുറക്കാം, ഗുണിക്കാം, ഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിന് എന്താണ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നോക്ക്, സാർ ഇതാ അവിടെ ഒരു 3/2/5 അല്ലെ, 3/2/5 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ താഴെയുള്ള 5നെ നേരെ മുകളിൽ കൊണ്ടുവരിക. ഇതാണ്, അതായത് 15/2 ആണ് ഇതിന്റെ ആൻസർ. അതായത് നോക്കടാ, 4/1/2 ആണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 നേരെ മുകളിലെത്തും. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ 4 × 2/1 പറഞ്ഞാൽ 8. ഓക്കെ, നോക്ക്, 3/1/2 ആണെങ്കിൽ ഈ 2 നേരെ മുകളിലെത്തും, അപ്പൊ 3 × 2/1 അതായത് 6 എന്നായിരിക്കും. അപ്പൊ ഏതാണോ താഴെയുള്ളത് അയാൾ എന്ത് ചെയ്യും? മുകളിലെത്തും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് y when x is taken as 2 -2 1/2 -1/2. അതായത് y = 1/x ആണ്. ഈ സമവാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ പകരം ഇവന്മാരൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ഓരോരുത്തരെ കൊടുത്തു നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ y = 1/x. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം x = ഫസ്റ്റത്തെ ആളെ 2നെ കൊടുത്തു നോക്കാം. എക്സിന് 2 കൊടുക്കുമ്പോ എന്താണ് y കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് y കിട്ടുക എന്നുള്ള നോക്കുകയാണ്. y = 1/x ആണ്. y = എന്താ? 1/x. അപ്പൊ ഞാൻ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? 2 കൊടുക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുക? അപ്പൊ = 1/2. ഫസ്റ്റത്തെ ആൻസർ എന്താ? 1/2. ഇനി അടുത്ത എന്താ കിട്ടും നോക്കുക. y = 1/x ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതിൽ x = എന്താ? സെക്കൻഡ് എന്താ കൊടുക്കാൻ പറഞ്ഞേ? x = -2 കൊടുത്തു നോക്കാം. അപ്പൊ എന്താ കിട്ടുക? y = -1/2 അല്ലെ. എന്താ കിട്ടുക? നമ്മളിങ്ങനെ കൊടുക്കുമ്പോ 1/-2 എന്നാണ്. ഇത് എന്താ വായിക്കുക? -1/2 അല്ലെ. എവിടെ മൈനസ് ഇട്ടാലും നമ്മൾ -1/2 എന്ന് എഴുതും. ഇനി മൂന്നാമതായിട്ട് x = എന്താ കൊടുക്കുന്നത്? x = എന്താ കൊടുക്കുന്നത്? ഇതാ x = -1/2. അപ്പോ 1/2 കൊടുത്തു നോക്കുക. y = 1/1/2. എടാ ശ്രദ്ധിക്കടാ, നമ്മൾ നേരത്തെ പറഞ്ഞു താഴെയുള്ള ആള് മുകളിലെത്തും. 1 × 2/1 ആവും. 1 × 2 പറഞ്ഞാൽ എന്താ? 2. കുഴപ്പമില്ലല്ലോ. ഇനി ലാസ്റ്റ് എന്താ? നാലാമതായിട്ട് എന്താ പറഞ്ഞേ? നാലാമതായിട്ട് x = എന്താണ്? -1/2. അപ്പൊ നമ്മൾ y = 1/x ആയിരുന്നു. ആ 1/xന്റെ അവിടെ എന്ത് കൊടുക്കും? 1/-1/2. അപ്പൊ എന്തെങ്കിലും ആ 2 മുകളിലെത്തും. അപ്പൊ 1 × 2/-1. 1 × 2 പറഞ്ഞാൽ എന്താ? 2/-1. 2/-1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? -2 അല്ലെ. എന്ത് ചെയ്തു? -2. കാരണം 2/1 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. ആ മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്നാ ഈ ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചു നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇവിടെ എന്താണോ നമ്പേഴ്സ് തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ എന്താണോ നമ്പർ തന്നിട്ടുള്ളത് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? z = x/y - y/x. ഇതിൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുക?
10 കൊടുക്കുക, വൈക്ക് -5. അപ്പൊ ഞാനിത് ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ x/y മൈനസ് y/z ആണ്. മറക്കരുത്, y/z അല്ല, y/x ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്ത് ചെയ്യാം? എക്സിനും വൈനും കൊടുക്കുക. ഇവിടെ എന്താ എക്സിന്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സിന് എന്താ കൊടുത്തിട്ടുള്ളത്? 10 ആണ്. അപ്പൊ z ഈക്വൽ 10/-y മൈനസ് -y/10 ആണ് വരിക. അപ്പൊ നോക്കുക, 10/-y എന്ന് പറഞ്ഞാൽ എന്താ? 10/-y പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 10ൽ എത്ര 5 ഉണ്ട്? 10ൽ എത്ര 5 ഉണ്ട്? 2. അപ്പൊ എന്തെങ്കിലും കിട്ടുക? 2 -2 -5/10 പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? -5/10. യെസ്, രണ്ടിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുമ്പോൾ -1/2. ഓക്കെ ആണല്ലോ? -1/2. ഇനി -2, ഇവിടെ രണ്ട് മൈനസുകൾ അടുത്ത് വന്ന എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈനസും പ്ലസും അടുത്തടുത്ത് വന്നാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? മൈനസും പ്ലസും അടുത്തടുത്ത് വന്നാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, -2 + ½ നമുക്കറിയാം, വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 2ന്ന് ½ കുറച്ചാൽ എത്ര? യെസ്, എത്ര? 1½ ആയിരിക്കും. എന്തായിരിക്കും? 1½ ആയിരിക്കും. അപ്പോ -1½ ആയിരിക്കും. -1½ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്നാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ജസ്റ്റ്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കണം. ക്വസ്റ്റ്യനിൽ ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, x/y എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. x/y മൈനസ് y/x ആണ്. അപ്പൊ നമ്മളിത് ചെയ്തു നോക്കുക. എക്സ് അല്ലെ, z എന്ന് പറഞ്ഞാൽ x/y മൈനസ് y/x ആണ്. എന്നിട്ട് എക്സിന് വൈന്റെ വാല്യൂ കൊടുത്താൽ എക്സ് ഇവിടെ -10/5 ആണ്. ഇവിടെ -y എന്ന് പറഞ്ഞാൽ 5/-10. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോക്ക്, മൈനസ് അവിടെ നിൽക്കട്ടെ. 10/5 എത്ര? 10/5 2. എന്നിട്ട് ആ മൈനസ് ഇട്ട് കൊടുക്കാം. 2 മൈനസ് 5/10 പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. ഈ 10ന്റെ മൈനസ് സാർ ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ 2 മൈനസ് വന്നാ പ്ലസ് ആയി. -2 + ½ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ. -2 + ½ എന്ന് പറഞ്ഞാൽ തന്നെയാണ് -1/2. ഓക്കെ, അപ്പൊ എന്നാ ഈ ക്വസ്റ്റ്യൻ നോക്കടാ അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. എന്തെന്നെയാണ്? നേരത്തെ പോലെ -10/-5 മൈനസ് തിരിച്ച് -5/-10. നോക്കടാ, താഴെ മുകളിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. താഴെ മുകളിലും മൈനസ് വന്ന രണ്ട് എന്താക്കുക? പ്ലസ് ആക്കുക. താഴെ മുകളിലും മൈനസ് വന്ന രണ്ട് എന്താക്കുക? പ്ലസ് ആക്കുക. അപ്പൊ 10/5 എന്താ? 2 -1/2. അപ്പൊ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 1 - 1/2 എന്ന് പറഞ്ഞാ 1½ 1 മൈനസ് അല്ലെ. 2ന്ന് ½ കുറച്ചാ അത്ര 1½ അല്ലെ. 2ന്ന് ½ കുറച്ചാ അത്ര 1½ ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ മുതൽ അല്ലെ, നമ്മൾ രണ്ട് ലൈവുകളിലായിട്ട് അല്ല, 2 ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെയാ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നന്നായിട്ട്. ഫസ്റ്റ് പാർട്ട് കാണാത്ത എല്ലാവരും എന്താണ്, നമ്മളെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിങ്ക് ഇവിടെ ഫസ്റ്റ് പാർട്ടിന് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റും. നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? ഇതിൽ ആദ്യം അഡീഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു നമ്പറും പ്ലസ് മൈനസും ചെയ്താൽ നമ്മൾ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ നമ്മൾ എന്ത് മൈൻഡ് ചെയ്യണ്ട? പ്ലസിനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ആണല്ലോ? ഇനി -2 + 2 ആണെങ്കിൽ, അല്ലെങ്കിൽ -2 + 3 ആണെങ്കിൽ, രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ 3ന്ന് 2 കുറക്കുക, എത്രയായിരിക്കും? 1. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താണോ അത് ഇടുക. ഇനി നേരെ തിരിച്ചോ, -3 + 2, അപ്പോഴും ഡിഫറൻസ് സൈൻ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ദീദി മൈനസ്, സാംസ പ്ലസ്. ഡിഫറെന്റ് വരികയാണെങ്കിൽ മൈനസ് ചെയ്യണം, സെയിം വരികയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -3 + 2 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദീദിയാണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ വലുതിന്ന് ചെറുത് കുറക്കണം. വലുതിന്ന് ചെറുത് കുറക്കുമ്പോ 3 - 2 1. എന്നിട്ട് എന്ത് ചെയ്യാ? മൈനസ് ഇട്ട് കൊടുക്കുക. ഇന്ന് പഠിച്ച എന്തൊക്കെ? പിന്നെ ഇതുപോലെ 3 - -2, രണ്ട് മൈനസ് അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് പ്ലസ് ആവും, 5 ആവും. ഓക്കെ, ഇന്ന് പഠിച്ച എന്താ? 3 × -2, ഒരു മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെ, ഇൻഡുവിലും ഡിവിഷനിലും ഒരു മൈനസ് ആണ്, ഓഡ് നമ്പർ ആണ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇൻഡു ചെയ്യുക. 3 × 2 6, എന്നിട്ട് ആ മൈനസ് ഇട്ട് കൊടുക്കുക. നേരെ തിരിച്ചാണെങ്കിലോ 3 × -2, അതായത് ഇപ്പോഴും നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ഒരു മൈനസ് ഉള്ളൂ, ഓഡ് നമ്പർ ആണ്. അപ്പോഴോ
3 ഇൻറ്റു 2 ചെയ്യുക 6 എന്നിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി -3 ഇൻറ്റു -2 ആണെങ്കിലോ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് 3 ഇൻറ്റു 2 ചെയ്യുക 6, രണ്ട് മൈനസുകൾ വന്നാൽ എന്താവും, പ്ലസ് ആവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 6 തന്നെ. ഇനി ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലോ, ഡിവിഷൻ ഇന്നിപ്പോ ലാസ്റ്റ് അല്ലെ, നമ്മൾ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ച എന്താ, -3/2 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, -3/2 ആണ്. ഇനി നോക്ക് -10/2 ആണെന്നുണ്ടെങ്കിൽ എന്താ, 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര 5 ആയിരിക്കും. എന്നിട്ട് എത്ര മൈനസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ നോക്കുക. എത്ര മൈനസ് ഉണ്ട്, ഒന്നുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി -10/-2 ആണെങ്കിലോ 10/2 ചെയ്യുക 5, എത്ര മൈനസ് ഉണ്ട്, 2 എണ്ണം. 2 മൈനസ് വരുമ്പോ എന്തായിരിക്കും വരിക, 2 മൈനസ് വരുമ്പോ എന്തായിരിക്കും വരിക, പ്ലസ് ആയിരിക്കും അല്ലെ. ഇനി താഴെ മൈനസ് വന്നാലോ, ചിലപ്പോ 10/-5 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടാണ് മൈനസ് ഇടുക അല്ലെ. 10/5 എന്താ, 10/5 2, എന്നിട്ട് കോമൺ ആയിട്ട് മൈനസ് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഈ പഠിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ഹാർട്ടിന്റെ ചിഹ്നം കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു.